2015 ജൂലൈ 25 കലാം ഈ ലോകത്തോട് വിട പറയുമ്പോൾ ലോകം ഒന്നടങ്കം വിതുമ്പി. APJ അബുൽ കലാം എന്ന വ്യക്തി പക്ഷെ ഇന്നും ജീവിക്കുന്നുണ്ട്. കോടി ജനങ്ങളുടെ ഹൃദയത്തിൽ അഗ്നിച്ചിറകുകൾ വിടർത്തി സ്വപ്നങ്ങൾക്ക് പിന്നിൽ പറക്കുന്ന യുവതലമുറയുടെ ഹൃദയങ്ങളിൽ കലാമിന്റെ വാക്കുകൾ തുന്നിച്ചേർക്കപ്പെട്ടിട്ടുണ്ട്. APJ അബുൽ കലാം ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം, നിങ്ങളെ ഉറങ്ങാൻ അനുവദിക്കാത്തതാണ് സ്വപ്നം. APJ അബുൽ കലാമിന്റെ പ്രശസ്തമായ വാക്കുകളാണത്. അഭിനയവും നാട്യങ്ങളും വെറുപ്പുകളും നിറഞ്ഞു നിൽക്കുന്ന ഭരണകർത്താക്കൾ ഭരിക്കുന്ന ഇന്ത്യയിൽ പച്ചയായ ഹൃദയമുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. ലക്ഷോപലക്ഷം മനസ്സുകളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച പ്രഗത്ഭനായ ശാസ്ത്രജ്ഞൻ. ഇന്ത്യ കണ്ട എക്കാലത്തെയും എളിമയുള്ള ദീർഘവീക്ഷണമുള്ള 11ാമത് രാഷ്ട്രപതി. അതെ, അബുൽ പക്കീർ ജൈനുൽ ആബിദീൻ അബ്ദുൽ കലാം എന്ന APJ അബുൽ കലാം 1931 തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് സാധാരണ കുടുംബത്തിൽ ജനിച്ച കലാം ആ തെരുവുകളിൽ പത്രം വിറ്റ് നടന്നിട്ടുണ്ട്. പഠിക്കാൻ ഒരു ആവറേജ് സ്റ്റുഡന്റ് 5ാം ക്ലാസ്സിൽ സുബ്രഹ്മണ്യ അയ്യർ സാർ ബോർഡിൽ ഒരു പക്ഷി എങ്ങനെയാണ് പറക്കുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ കലാമിന്റെ ഹൃദയങ്ങളിലൂടെ കേവലം ഒരു കിളിയുടെ രൂപം മാത്രമായിരുന്നില്ല. അവിടെ മുതൽ സ്വപ്നയാത്രകൾ ആരംഭിച്ചു. പൈലറ്റ് ആവണമെന്ന മോഹത്തിൽ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചു. എക്സാമിൽ 10th റാങ്ക് വാങ്ങിയ APJ ഒരു പക്ഷെ നിരാശനായി. അവിടെ 9 സീറ്റുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇതെല്ലാം കണ്ട് ഒരു പക്ഷെ ഭാവി അദ്ദേഹത്തെ നോക്കി മന്ദഹസിച്ചു നിന്നിട്ടുണ്ടാവാം, അല്ലെ? ആ കലാമിനെയാണല്ലോ പിന്നീട് നമ്മൾ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിളിച്ചത്. ലോകം കണ്ട മഹാനായ പ്രസിഡന്റായി മാറിയത്. എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഇന്ത്യയുടെ മിസൈൽ മാൻ, അതുപോലെ തന്നെ ഡിഫൻസ് ടെക്നോളജി ലോകത്തിലെ തന്നെ സൂപ്പർ പവർഫുൾ നാഷനെ പോലും പിന്നിലാക്കിയ വലിയ വലിയ കോൺട്രിബ്യൂഷൻ അദ്ദേഹം നടത്തി. അതിനുദാഹരണമാണ് അഗ്നി, പൃഥ്വി പോലുള്ളവ. ആ പച്ച മനുഷ്യനെ വ്യത്യസ്തമാക്കുന്നത് അദ്ദേഹത്തിന്റെ ശുദ്ധ ഹൃദയമാണ്. അയാൾ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു. യുവ മനസ്സുകളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചു. വലിയ പദവികളിൽ മറന്ന് സാധാരണക്കാരെ പോലും അല്ല, അതിലും ലളിതമായി ജീവിച്ചു കാണിച്ചു. കേരളത്തിലെ തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൽ ഒരിക്കൽ സന്ദർശനത്തിന് വന്ന അദ്ദേഹം അവിടെ മണിക്കൂറുകളോളം ചിലവഴിക്കുന്നു. കുറേയധികം അവിടെ നിന്നതിനാൽ തന്നെ അദ്ദേഹത്തിന്റെ ചളി പുരണ്ട ഷൂ അഴിച്ചുവെച്ച് ഉറങ്ങിയ അദ്ദേഹത്തിന് രാവിലെ അത് കണ്ടെത്താനായില്ല. പിന്നീട് അറിഞ്ഞത് അവിടെ വൃത്തിയാക്കുന്ന ആൾ അതിലെ പൊടിയും ചെളിയും കണ്ട് ക്ലീൻ ചെയ്യാൻ എടുത്തതാണെന്ന്. യാതൊരു ദേഷ്യമോ കുറ്റപ്പെടുത്തലും ഇല്ലാതെ തന്നെ കലാം ക്ലീൻ ചെയ്യുന്ന ആളോട് വരാൻ ആവശ്യപ്പെട്ടു. അയാളോട് വളരെ ഹൃദ്യമായി പെരുമാറിയ കലാമിനെ കണ്ട് എല്ലാവരും അത്ഭുതപ്പെടുന്നുണ്ട്. സമൂഹത്തിൽ ഓരോ വ്യക്തിയും അവർ ചെയ്യുന്ന ജോലിയുടെ പ്രാധാന്യം ഉള്ളവരാണെന്ന് പ്രതിപാദിക്കുകയായിരുന്നു APJ അബുൽ കലാം. ആ ഇൻസിഡന്റിനെ കുറിച്ച് തൊഴിലാളി പറയുന്നത്, ആ നിമിഷത്തിൽ ഞാനും ഒരു വലിയ ടീമിന്റെ അംഗമായതുപോലെ എനിക്ക് തോന്നി എന്നാണ്. അദ്ദേഹത്തിന്റെ ശുദ്ധമായ ഹൃദയവും മാനവികതയും തന്നെയാണ് APJ അബ്ദുൽ കലാം എന്ന വ്യക്തിയെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. കലാമിനോളം ജനങ്ങളെ സ്നേഹം കിട്ടിയ വേറൊരു ഇന്ത്യൻ പൗരൻ ഇല്ല എന്നത് തന്നെ വെറും വാക്കല്ല. ഇന്ത്യയുടെ മക്കൾ ഉള്ളു തുറന്ന് പറയുന്നതാണ്. വിൻസ് ഓഫ് ഫയർ എന്ന അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രാഫി ഫ്രഞ്ച്, റഷ്യൻ അടക്കം 14 ഭാഷകളിലേക്കാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. ലോകമെമ്പാടുമുള്ള ജനത ഈ മനുഷ്യനെ ആരാധിക്കുന്നുണ്ട്. സ്വപ്നങ്ങൾക്ക് ചിറകുമുളപ്പിക്കുന്നവരെ ലോകത്തിന് എങ്ങനെ മറക്കാനാവും, അല്ലേ? 2007 ഇന്ത്യൻ പ്രസിഡന്റിന്റെ വലിയ കുപ്പായം അടിച്ചുവെച്ച കലാം പിന്നീട് അണിഞ്ഞത് അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപനത്തിന്റെ മഹത്തായ വേഷമായിരുന്നു. അദ്ദേഹം പറയുന്നുണ്ട്, "If people remind me as a good teacher, that will be the biggest honor for me." പുതിയ തലമുറയിലെ ചിന്തകരെയും ശാസ്ത്രജ്ഞന്മാരെയും നേതാക്കളെയും സ്വപ്നത്തിന്റെ ചിറകുകൾ മുളപ്പിക്കാൻ ഒരു ടീച്ചറേക്കാൾ നല്ലൊരു വേഷമില്ലെന്ന് വിശ്വസിച്ച ആ മഹാൻ ഈ ലോകത്തോട് വിട പറയുന്നതും തന്റെ പ്രിയപ്പെട്ട വേഷത്തിലാണ്. 2015 ജൂലൈ 25 കലാം ഈ ലോകത്തോട് വിട പറയുമ്പോൾ ലോകം ഒന്നടങ്കം വിതുമ്പി. APJ അബുൽ കലാം എന്ന വ്യക്തി പക്ഷെ ഇന്നും ജീവിക്കുന്നുണ്ട്. കോടി ജനങ്ങളുടെ ഹൃദയത്തിൽ
അഗ്നിച്ചിറകുകൾ വിടർത്തി.